റബ്ബില്ലാലമീനായി തമ്പുരാനെ. എടുത്തോ വേഗം എടുത്തോ. വീഴരുതട്ടാ. പഠിച്ചവനെ ഒരു പാട്ട് പാടിക്കോട്ടെ. തബലിസ്റ്റ് എഴുന്നേറ്റ് പോയാ മോനെ? മൂന്നാം കട്ടയ്ക്ക് പിടിച്ചോട്ടാ. തബലയുടെ റെഡിയല്ലേ? എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ. അത്തറിയുന്നു വായോ സുൽത്താന്റെ വേലക്കാരാ, സുൽത്താന്റെ ജോലിക്കാരന്റെ കാര്യം പറയുമ്പോ വേലിക്കൊക്കെ എടുത്ത് മാറണേ. ആരാത്? ഇവിടെ വരാനാ പറഞ്ഞ? നിന്റെ അടുത്ത് തന്നെ. നീയല്ല ഇവിടെ വരാൻ. അപ്പൊ അരേ ഷർട്ട് ഇട്ടു ഇവിടെ വരാനാ പറഞ്ഞ? വിളിച്ചാ വിളിപ്പുറത്ത് വരൂല അല്ലേ? എന്താ മോനെ ശാരദയുടെ വീട്ടിലൊരു ബഹളം കേക്കണേ? പോയി നോക്ക്. നീ ഒന്ന് പോയി നോക്കടാ. ഇത്താക്ക് പോയി നോക്കിക്കൂടെ? ഒരു ബഹളം ഉണ്ടാവുമ്പോ നിന്നെ പോലെ ആമ്പിള്ളേരിൽ ആദ്യം പോയി തല്ലി മേടിക്കണം. നീ ഒന്ന് പോയി നോക്കടാ. ഇത്താക്ക് പോയി നോക്കിക്കൂടെ? ഇത്താടെ വീടിനടുത്തല്ലേ, ഇത്താക്ക് പോയി നോക്കിക്കൂടെ? നിനക്കൊന്ന് പോയി നോക്കിയാലെന്താ? ഇത്താക്ക് പോയി നോക്കാനെന്താ? നിനക്ക് നോക്കിയാലെന്താ? ഞാനിന്ന് പോയി നോക്കിയതിൻ്റെതാ ഈ കുഴപ്പമില്ല. നീ ആള് കൊള്ളാല. മന്ത്രിയാവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടല്ലോ നിനക്ക്. എന്നാ നീ ഫ്ലൈറ്റിൽ കയറി യോഗ്യത തെളിയിക്കടാ. നിന്നെ ഞാൻ കണ്ടപ്പോ നീ കുഞ്ഞായിരുന്നു മോനെ. ഇപ്പൊ അങ്ങോട്ട് വളർന്ന് നേർച്ച കൊണ്ടിന്റെ കാര്യമായി. എന്നും ഇങ്ങനെ കുഞ്ഞായിട്ടിരുന്നാ പറ്റുമോ? എന്നും കുഞ്ഞായിട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ. ആര്? കുഞ്ഞാലിക്കുട്ടി. ഇത്താടെ പിന്നെ മറ്റേ ഒരു മോനുണ്ടായിരുന്നല്ലോ, അവന് രണ്ടാമത്തെ. അവൻ ഖത്തറിൽ പോയതിന്റെ പാട്ടല്ലേ ഞാനിപ്പോ പാടിയേ. അത് ശരി, അതിന്റെ ഒരു ബഹളവും പാട്ടും. അവന് വലിയ മെച്ചമില്ല. അവന് അതെന്താ? തീറ്റ കൊടുക്കണില്ല എന്നാ കേട്ട. തീറ്റ കൊടുക്കുന്നില്ല? രാവിലെ ഒരു കൂട് കപ്പലിന്റെ കൊടുക്കും, ഉച്ചക്ക് 2 ബിസ്ക്കറ്റ് കൊടുക്കും, വൈകുന്നേരം ആവുമ്പോ ഒരു പയം കൊടുക്കും. അത് ശരി. അപ്പൊ അറബി ശരിയല്ലായിരിക്കും. അതാ അറബി ശരിയല്ലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ നാട്ടിലുള്ള ട്രാവൽ ഏജൻസിക്കാര് പറ്റിച്ച പണിയല്ലേ. അവനെ ഒരു കുരങ്ങിന്റെ വിസയില അവിടെ നിന്ന് കയറ്റി വിട്ടേക്കണേ. ശരി. പിന്നെ രണ്ടാമത്തെ മോൻ രണ്ടാമത്തെ മോൻ അവന് അബൂബക്കറ്. അവന് നാടകത്തിൽ അഭിനയിക്കുന്ന പരിപാടിയല്ലേ. ഞാൻ പറഞ്ഞു നാടകത്തിൽ നീ അഭിനയിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. ശമ്പളം കുറവാ പോനെ. ആകെ 250 രൂപ കിട്ടും. അതിനകത്ത് 200 രൂപയ്ക്ക് തിന്നും, ബാക്കി 50 രൂപ ഓട്ടോറിക്ഷക്കാരൻ മേടിച്ചെടുക്കും. അതായത് ഞാൻ പറഞ്ഞു നീ ഇനി പോകണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അവന് 5-6 സീരിയലൊക്കെ ഉണ്ടല്ലോ. സീരിയലൊക്കെ ഉണ്ടോ? അത് ശരി. അപ്പൊ രക്ഷപ്പെട്ടല്ലേ, സീരിയലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണ വീട്ടില്. ശരി. ഇത്തവണ മൂന്നാമത്തെ മോനുണ്ടായിരുന്നു. മൂന്നാമത്തെ മോൻ മുജീബിന് റെയിൽവേയില് ട്രെയിൻ ഓടിക്കുന്ന പണിയാ. ജോലി കിട്ടിയിട്ട് എന്തായി? അവനെ റെയിൽവേന്ന് പിരിച്ചു വിട്ടു. അതെന്തിപ്പോ ജോലി കയറിയുള്ള അനുഭവം? 1 മാസം കഴിഞ്ഞപ്പോഴേക്കും പിരിച്ചു വിട്ടു. അതെന്ത് പിരിച്ചു വിട്ടു? അറിഞ്ഞില്ലായിരുന്നത്? ഞാൻ അറിഞ്ഞില്ല. പഠിച്ചവന് ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ല. അവൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് ട്രെയിനായിട്ട് പോവായിരുന്നു. എറണാകുളത്തെത്തിയപ്പോ ഇവന് ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിനിന് തലവെക്കാൻ വേണ്ടി പാളത്തുമ്പോ ബലങ്ങനെ കിടക്കണം. ഇത് കണ്ട വയ്യ വണ്ടി പാളം തെറ്റിച്ചു. അതെന്തിനാ അവൻ പാളം തെറ്റിച്ചത്? അവന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണ്ടേ? അവന്റെ ജീവനാണോ വലുത്, അതോ ഇത് 10,000 ആൾക്കാരുടെ ജീവനാണോ വലുത്? അവന്റെ തലയെ കൂടെ കയറ്റി ഇറക്കണ്ടായിരുന്നു. അത് തന്നെയാ